ഷൊർണൂർ നഗരസഭയുടെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മുഴുവൻ സമയ ഡയാലിസിസ് സൗകര്യങ്ങളുണ്ട്. പക്ഷേ ജീവനക്കാരില്ല. നിലവിലെ കെട്ടിടത്തിൽ കൂടുതൽ ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാൻ സൗകര്യമുണ്ടെങ്കിലും ജീവനക്കാരുടെ കുറവ് കാരണം ഒരു ഷിഫ്റ്റ് മാത്രമായാണ് ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. 1.5 കോടി രൂപ ചിലവിൽ 2021 നവംബർ 11-നാണ് ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതുവരെ 8 പേർക്ക് ഡയാലിസിസ് ഇവിടെ നടത്തിവരുന്നു. ഒരാഴ്ചയിൽ 8 പേർ എന്ന രീതിയിലാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തു പോരുന്നത്. നിലവിൽ 4 മെഷീനുകളാണ് ഇവിടെയുള്ളത്. 2 സ്റ്റാഫ് നഴ്സുമാരും 2 ലാബ് ടെക്നീഷ്യനും 1 ക്ലിനിക് സ്റ്റാഫും ഉൾപ്പെടെ ഇവിടെ ആവശ്യമാണ്. കൂടുതൽ ആളുകൾക്കുള്ള നിയമനം നടത്തിയാൽ ഒരു ഷിഫ്റ്റ് കൂടി ആരംഭിക്കാനാകുമെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. ഡയാലിസിസിന് ആളുകളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ജീവനക്കാരുടെ കുറവ് കാരണം ഒരു ഷിഫ്റ്റ് നിർത്തിവെക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്ക് കത്തു നൽകുമെന്നും അനുകൂല മറുപടി കിട്ടിയാൽ അനുയോജ്യമായ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഫണ്ടിൻ്റെ ഒരു ലഭ്യത കുറവാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി. ഏറ്റവും മുന്തിയ പരിഗണന നമ്മൾ ആ ഡയാലിസിസ് യൂണിറ്റ് സെക്കൻഡ് ഷിഫ്റ്റ് കൂടി ആരംഭിച്ച് കുറേ വൃക്കരോഗികൾക്ക് ആശ്വാസം നൽകാൻ കഴിയാവുന്ന നിലയിൽ അത് ഉപയുക്തമാക്കണം എന്ന് തന്നെയാണ് നഗരസഭയുടെ ഒരു കാഴ്ചപ്പാട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഈ വർഷം നമ്മൾ നടത്തുന്നുണ്ട്. മിക്കവാറും അത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ആരോഗ്യ വിഭാഗത്തോട് ആരോഗ്യമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യമന്ത്രിയോട് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സർക്കാരിൻ്റെ ഒരു നോംസ് അനുസരിച്ച് മാത്രമല്ലേ ഫണ്ടുകളൊക്കെ ലഭ്യമാകും. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. പക്ഷേ ആ പ്രയാസം ഉണ്ടെങ്കിലും ഇതിന് ഒരു മുന്തിയ പരിഗണന നമ്മൾ കൊടുത്തുകൊണ്ട് സെക്കൻഡ് ഷിഫ്റ്റ് കൂടി ആരംഭിക്കും. അതിനുവേണ്ടി ശ്രമിക്കും. നിലവിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഷിഫ്റ്റ് നടക്കുന്നത്. ഒരു ഷിഫ്റ്റ് കൂടി തുടങ്ങുകയാണെങ്കിൽ അത് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാക്കാൻ സാധിക്കും. സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ 5 നഴ്സുമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഡയാലിസിസ് നോക്കുന്നത്. പുതിയ ജീവനക്കാരെ നിയമിച്ചാൽ അവർക്ക് ശമ്പളം നൽകുന്നതിന് നഗരസഭയ്ക്ക് ഫണ്ടില്ല എന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. UTV ന്യൂസ്, പാലക്കാട്.